കഴിഞ്ഞ ദിവസം കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ KSU പ്രവർത്തകർ ശാരീരികമായി ആക്രമിച്ചുവെന്ന CPMന്റെയും മന്ത്രിയുടെയും വാദം പൊളിയുകയാണ്. പുറത്തുവന്ന ദൃശ്യങ്ങളിൽ മന്ത്രിയുടെ അടുത്തേക്ക് പോലും KSU പ്രവർത്തകർ എത്തിയില്ല എന്നാണ് വ്യക്തമാകുന്നത്. അതേസമയം CPM ജില്ലാ സെക്രട്ടറി MB ജയരാജൻ പറയുന്നതാകട്ടെ, കറുത്ത തുണി ഉപയോഗിച്ച് KSU പ്രവർത്തകർ മന്ത്രിയുടെ കഴുത്തിന് മുറുക്കിയെന്നാണ്. അങ്ങനെ KSU പ്രവർത്തകർ മന്ത്രിയുടെ കഴുത്തിന് കറുത്ത തുണി മുറുക്കുമ്പോൾ ചുറ്റും കൂടിയിരുന്ന പോലീസുകാർ എന്തു ചെയ്യുകയായിരുന്നു എന്ന ചോദ്യത്തിന് മാത്രം ഉത്തരമില്ല. ഒരു കരിനീല ഷർട്ടിട്ട ഒരാൾ മന്ത്രിയുടെ പുറകിലൂടെ ഓടിമാറുകയും അല്ലെങ്കിൽ മന്ത്രിയുടെ പുറകിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നത് കാണാം. ഇത് യഥാർത്ഥത്തിൽ മന്ത്രിയുടെ ഗൺമാനായ MS അഭിലാഷാണ് എന്നാണ് ഇപ്പോൾ ദൃശ്യങ്ങളിലൂടെ വ്യക്തമാകുന്നത്. പ്രതിഷേധക്കാർ മന്ത്രിയുടെ അടുത്തേക്ക് എത്തുന്നത് മുതൽ തന്നെ ഈ ഗൺമാൻ മന്ത്രിയുടെ പുറകിൽ മന്ത്രിക്ക് സംരക്ഷണം ഒരുക്കിയുണ്ട്. മുന്നിൽ ഒരു വനിതാ SI അടക്കം നിരവധി പോലീസുകാരുമുണ്ട്. ഏകദേശം 40ഓളം പോലീസുകാരുടെ ഉള്ളിലാണ് മന്ത്രി അപ്പോഴുള്ളത്. അപ്പോൾ കേവലം 5 or 6 KSU പ്രവർത്തകർ മാത്രമാണ് മുദ്രാവാക്യം വിളിച്ച് മന്ത്രിയുടെ അടുത്തേക്ക് എത്തുന്നത്. ഇവരെ പോലീസുകാർ അതാത് സമയം തന്നെ പിടിച്ച് മന്ത്രിയുടെ അടുത്ത് നിന്ന് ദൂരേക്ക് മാറ്റുന്നതും കാണാം. എന്നിട്ടും KSU പ്രവർത്തകരെ മുഴുവൻ പേരെയും പിടിച്ച് മാറ്റിയ ശേഷവും മന്ത്രിക്ക് ചുറ്റും 6 or 7 പോലീസുകാർ അപ്പോഴുമുണ്ട്. അപ്പോഴും ഗൺമാനുണ്ട്. എന്നിട്ടും മന്ത്രി അവരെ വിടൂ, എൻ്റെ അടുത്തേക്ക് വിടൂ, ഞാൻ അവരുടെ അടുത്തേക്ക് പോകാമെന്ന് ആക്രോശിക്കുന്നത് ഈ പുറത്തു വന്ന വീഡിയോ ദൃശ്യങ്ങളിലൂടെ വ്യക്തമാണ്. എന്നാൽ ഈ വീഡിയോ ദൃശ്യങ്ങൾ KSU പ്രവർത്തകർ ചിത്രീകരിച്ചതാണെന്നും യഥാർത്ഥ ദൃശ്യങ്ങളിൽ മന്ത്രിയെ ആക്രമിക്കുന്നത് ഉണ്ടെന്നുമായിരുന്നു തുടക്കം മുതൽ CPM നേതാക്കന്മാർ വ്യക്തമാക്കിയിരുന്നത്. മന്ത്രിയെ ആശുപത്രിയിലെത്തി കണ്ട മുഖ്യമന്ത്രിയോടും മന്ത്രി തൻ്റെ കഴുത്തിന് പരിക്കേറ്റുവെന്നും KSU പ്രവർത്തകർ ആക്രമിച്ചുവെന്നുമാണ് പറഞ്ഞിരുന്നത്. എന്നാൽ പിന്നീട് മുഖ്യധാര ദൃശ്യമാധ്യമങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നു. അതിലും മന്ത്രിയെ KSU പ്രവർത്തകർ ആക്രമിക്കുകയോ മന്ത്രിക്ക് അടുത്തേക്ക് KSU പ്രവർത്തകർ എത്തുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് വ്യക്തമായിരുന്നു. അതോടുകൂടിയാണ് മന്ത്രിയുടെ വാദവും CPMന്റെ വാദവും ഏറെക്കുറെ പൊളിഞ്ഞത്. പിന്നീട് മുഖ്യധാര മാധ്യമങ്ങളടക്കം ഈ മന്ത്രിയുടെ വാദം തെറ്റാണെന്നും KSU പ്രവർത്തകർ ഒരു തരത്തിലും മന്ത്രിയുടെ അടുത്തേക്ക് എത്തിയിട്ടില്ല എന്നും അവർ ശാരീരികമായി മന്ത്രിയെ ആക്രമിച്ചിട്ടില്ല എന്നും ഏറെക്കുറെ വ്യക്തമായ നിലപാട് സ്വീകരിച്ചു. ഇതോടെ CPM പ്രതിരോധത്തിലായി. പിന്നീട് മറ്റു ചില കഥകൾ ഇറക്കിക്കൊണ്ട് അല്ലെങ്കിൽ മറ്റു ചില സാധ്യതകൾ പറഞ്ഞുകൊണ്ട് ഇതിനെ പ്രതിരോധിക്കാനായി CPMന്റെ ശ്രമം. ഇതിനിടയിൽ റെയിൽവേ സ്റ്റേഷനിലുള്ള CCTV ദൃശ്യങ്ങൾ ശേഖരിക്കാൻ കേരള പോലീസ് റെയിൽവേ പോലീസിനോട് ആവശ്യപ്പെട്ടു. ആ ദൃശ്യങ്ങളിലും മന്ത്രിയെ ആക്രമിക്കുന്നത് കാണാനില്ല എന്ന് തന്നെയായിരുന്നു റെയിൽവേയുടെ മറുപടി. ഇതോടുകൂടി KSU പ്രവർത്തകർക്കെതിരെ വധശ്രമത്തിനെടുത്ത FIR എങ്ങനെ കോടതിയിൽ നിലനിൽക്കുമെന്ന ചോദ്യം വന്നു. ഇതിനിടയിൽ മന്ത്രിയുടെ മൊഴിയെടുക്കാൻ പോലീസ് സംഘം ആശുപത്രിയിലെത്തിയെങ്കിലും ICUലായിരുന്ന മന്ത്രിക്ക് നിലവിലെ ശാരീരിക അവസ്ഥകൾ കൊണ്ട് തന്നെ മൊഴി നൽകാനുള്ള സാഹചര്യമില്ലെന്ന് വ്യക്തമാക്കുകയും ഗൺമാൻ MS അഭിലാഷിന്റെ മൊഴിപ്രകാരം കേസെടുക്കുകയുമായിരുന്നു കേരള പോലീസ് ചെയ്തത്. എന്തായാലും കണ്ണൂരിലെ മന്ത്രിയെ തടഞ്ഞ വിവാദം അതൊരു രാഷ്ട്രീയ വിവാദമായി കൊളുത്തി വിടാനായിരുന്നു CPMന്റെ ശ്രമം. എന്നാൽ അത് തുടക്കത്തിൽ തന്നെ പാളിപ്പോയി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. KSU പ്രവർത്തകർ റെയിൽവേ സ്റ്റേഷനുള്ളിൽ കടന്നുകൊണ്ട് ഇത്തരമൊരു പ്രതിഷേധം നടത്തിയത് ശരിയല്ല എന്ന് കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ പറയുന്നുണ്ട്. ഒന്നുകിൽ വാഹനം കടന്നു പോകുമ്പോൾ പ്രതിഷേധിക്കാം, അല്ലെങ്കിൽ പൊതുപരിപാടിക്ക് മുന്നിൽ കരിങ്കൊടി ഉയർത്തി പ്രതിഷേധിക്കാം. അല്ലാതെ ഒരാളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഇത്തരമൊരു പ്രതിഷേധം നടത്തിയത് ആത്യന്തികമായി ശരിയല്ല എന്ന് പറയുമ്പോഴും ആ പ്രതിഷേധത്തെ ഒരു രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കാനും അത് വരുന്ന തെരഞ്ഞെടുപ്പിൽ പരമാവധി തങ്ങൾക്ക് അനുകൂലമായ ഒരു സഹതാപ തരംഗമാക്കി മാറ്റാനുമുള്ള ശ്രമമാണ്, മുതലെടുപ്പാണ് CPM നടത്തിയത് എന്നുള്ളത് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ അത് വെറും പാപ്പരത്വമായി പോയെന്നും അതിലെ കള്ളക്കളി പൊതുജനം തിരിച്ചറിഞ്ഞെന്നുമാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവടക്കമുള്ളവർ പറയുന്നത്. ഒരു തരത്തിൽ പറഞ്ഞാൽ CPMന് അത് വലിയ തിരിച്ചടിയായി എന്ന് തന്നെ പറയാം. കാരണം ഈ ദൃശ്യങ്ങളിൽ ഈ പ്രതിഷേധക്കാരെ പോലീസ് പിടിച്ചു മാറ്റുന്നു. അതിനുശേഷം ചിരിച്ചുകൊണ്ട് യാതൊരു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ലാത്ത രീതിയിൽ വീണ ജോർജ് പ്ലാറ്റ്ഫോമിലേക്ക് എത്തുന്നു. അതിനുശേഷം അല്പം കഴിഞ്ഞ ശേഷമാണ് അവർ തനിക്ക് കഴുത്തിന് വേദനയുണ്ട് എന്ന് പറഞ്ഞ് അവിടെ കസേരയിലേക്ക് ഇരിക്കുന്നത്. പിന്നീട് ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്നത്. അതിനുശേഷം ആശുപത്രിയിൽ മുഖ്യമന്ത്രി അടക്കം എത്തുന്നു. പിന്നീട് വലിയ മാധ്യമ വാർത്തയാകുന്നു, മന്ത്രി വീണ ജോർജിന് കഴുത്തിന് ക്ഷതമേറ്റിട്ടുണ്ട് എന്ന് ആശുപത്രി അധികൃതർ തന്നെ മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറക്കുന്നു. പിന്നീട് അത്തരത്തിൽ സംഭവ വികാസങ്ങൾ മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ചോദ്യമുയരുന്നത്
മന്ത്രിക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ആ പരിക്ക് KSU പ്രവർത്തകർ നേരിട്ട് ആക്രമിച്ചത് മൂലമാണോ, അതോ ഈ തള്ളലിനും ഉന്തലിനുമിടയിൽ പോലീസുകാർ സംരക്ഷിക്കാൻ വേണ്ടി നടത്തിയ പിടിവലിക്കിടയിൽ മന്ത്രിക്ക് പരിക്ക് പറ്റിയതാണോ? ഇതാണ് പ്രധാനമായും ഉയരുന്ന ചോദ്യം. ഈ ചോദ്യം ഉയരുമ്പോൾ ദൃശ്യങ്ങൾ മന്ത്രിയുടെ വാദങ്ങളെ സാധൂകരിക്കുന്നതല്ല, മന്ത്രിയുടെ വാദങ്ങളെ തെളിയിക്കുന്നതല്ല. ദൃശ്യങ്ങൾ KSU പ്രവർത്തകർക്ക് അനുകൂലമായിട്ടുള്ളതാണ് എന്നുള്ളതാണ് പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. കഴിഞ്ഞ ദിവസം മന്ത്രി വീണ ജോർജിനെതിരെ KSUവിൻ്റെ പ്രതിഷേധമുണ്ടായതിന് പിന്നാലെ ഇതിനെ ഒരു തരത്തിലും അംഗീകരിക്കാനാകില്ല എന്നും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വലിയ പ്രതിഷേധങ്ങൾക്കുമാണ് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആഹ്വാനം ചെയ്തത്. അതിന് പിന്നാലെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള കോൺഗ്രസ് ഓഫീസുകൾക്ക് നേരെ ആക്രമണമുണ്ടായി എന്നുള്ള വാർത്തകൾ പുറത്തു വന്നു. കണ്ണൂരിൽ ജില്ലാ കമ്മിറ്റി ഓഫീസിന് നേരെ കല്ലേറുണ്ടായി, മറ്റു ചിലയിടങ്ങളിലും അനിഷ്ട സംഭവങ്ങളുണ്ടായി. ഇതോടുകൂടി പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ സുരക്ഷ വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ് പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. എന്തായാലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഈ വിഷയം പരമാവധി ആളിക്കത്തിക്കാനുള്ള ശ്രമത്തിലാണ് ഇടതുമുന്നണിയും വലതുമുന്നണിയും. കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ നിരന്തരമായി ഉണ്ടാകുന്ന പാളിച്ചകൾ, വീഴ്ചകൾ ചൂണ്ടിക്കാട്ടാൻ വേണ്ടിയാണ് ആരോഗ്യമന്ത്രിക്കെതിരെ ഇത്തരം പ്രതിഷേധങ്ങൾ നടത്തുന്നത് എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ന്യായീകരണം. എന്നാൽ ഒരു സ്ത്രീ എന്ന പരിഗണന പോലുമില്ലാതെ ആരോഗ്യമന്ത്രിയെ ഇങ്ങനെ നടുറോഡിൽ അല്ലെങ്കിൽ പൊതുവഴിയിൽ ആക്രമിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാനാകില്ല എന്നും അടിക്ക് തിരിച്ചടിയാണ് ഇനിയുള്ള തങ്ങളുടെ നയമെന്നും CPM പറയുമ്പോൾ ഇതൊരു തെരുവ് യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്.